വാദം വിവാദത്തിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് സ്ഥലം മാറ്റത്തിൻ്റെ കാലമാണ്. പാസ്റ്റർമാരും വൈദികരും ഒക്കെ ചില വർഷങ്ങളോളം പ്രവർത്തിച്ച സ്ഥലങ്ങളിൽ നിന്ന് പുതിയ ഇടങ്ങളിലേക്ക് അജപാലനത്തിനായിട്ട് പോകുന്ന സമയം. ദീർഘവർഷങ്ങൾ ഒരിടത്ത് പാർത്ത് അവിടെയുള്ള ആളുകളുമായിട്ട് സ്നേഹ സൗഹാർദ്ദങ്ങൾ പുലർത്തി വചനത്താൽ അവരെ ശുശ്രൂഷിച്ചിട്ട് മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ മനുഷ്യരെന്ന നിലയിൽ വല്ലാത്ത മനോവേദനയുടെയും ആശങ്കകളുടെയും ഒക്കെ കാലമാണ്. ഒരു സ്ഥലത്ത് സഭയുടെ ശുശ്രൂഷ നിർവഹിച്ച് വിശ്വാസ സമൂഹത്തിൻ്റെ ആദരവും സ്നേഹവും പ്രീതി വാത്സല്യവുമൊക്കെ അനുഭവിച്ച് കുറേ നാൾ പാർത്ത് അഭേദ്യമായ ഒരു ബന്ധം സ്ഥാപിച്ചിട്ട് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ തികച്ചും ഹൃദയത്തിന് ഒരു മുറിവുള്ള വേദനയുള്ള സമയമാണ്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ സഭകളും ഇടയന്മാരും രണ്ടു കൂട്ടരും ആലോചിക്കേണ്ടതായ കുറേ വസ്തുതകളുണ്ട്. നമ്മളെല്ലാം മനുഷ്യരാണ്. മനുഷ്യർ ഒരുമിച്ച് സഹവസിക്കുന്ന ഇടത്തെല്ലാം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. ആശയഭിന്നതകൾ ഉണ്ടാകാറുണ്ട്. കാരണം മനുഷ്യരെല്ലാം ഒരേ അഭിരുചിയുള്ളവരല്ലല്ലോ. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും രീതികളും ആത്മീക നിലവാരവുമൊക്കെയുള്ള ആളുകളാണ് എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ ഇതിനെയെല്ലാം സഹിച്ചും ക്ഷമിച്ചും അവരെ ഒന്നിച്ച് നിർത്തി ഒരാത്മീക അന്തരീക്ഷം സൃഷ്ടിച്ച് സഭയുടെ പ്രവർത്തനങ്ങൾ സുഗമമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കുകയും വില കൊടുക്കുകയും ചെയ്യുന്നവരാണ് അജപാലകർ. സഭകൾ മനസ്സിലാക്കണം, അവരും മനുഷ്യരാണ്. രസകരമായിട്ട് ഇങ്ങനെ പറയാറുണ്ട്, ഒരു സഭയിൽ ഒരു പാസ്റ്റർ, ഒരു വൈദികൻ ചുമതല ഏൽക്കുമ്പോൾ ആദ്യത്തെ വർഷം വിശ്വാസികൾ പറയും, ഞങ്ങളുടെ ഇടയൻ ദൂതനാണ്. അതങ്ങനെയാണ്. അധികം അടുത്ത് ഇടപഴകുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവരും ദൂതന്മാരാണ്. അതിപരിചയം ആദരവ് നഷ്ടപ്പെടുത്തും എന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ അപ്പോൾ ആദ്യത്തെ വിലയിരുത്തൽ അങ്ങനെ ആയിരിക്കും. എന്നാൽ രണ്ടാം വർഷം വിശ്വാസികൾ പറയുമ്പോലും ഞങ്ങളുടെ ശുശ്രൂഷകൻ ദൂതനല്ല, ഒരു മനുഷ്യനാണ്. മൂന്നാം വർഷമാകുമ്പോഴേക്കും ഇതുപോലെ ഒരു ചെകുത്താനെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയും. ഇത് സ്വാഭാവികമാണ്. എന്നാൽ മനുഷ്യനോട് കൂടുതൽ കൂടുതൽ അടുക്കും തോറും ആദരവും സ്നേഹവും ഒക്കെ നിലനിർത്താൻ കഴിയുന്നിടത്താണ് യഥാർത്ഥമായ ക്രിസ്തീയത വെളിപ്പെടുന്നത്. ഇതിൻ്റെ ഒരു മറുഭാഗമുണ്ട്.
ചില ഇടയന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ 3-ാം വർഷം ചെകുത്താനായി മാറുകയും ചെയ്യാറുണ്ട്. രണ്ടിടത്തും കുഴപ്പങ്ങളുണ്ട് എന്നത് നമ്മൾ സമ്മതിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്ഥലമാറ്റക്കാലം ക്രിസ്തീയമായ ഒരു നല്ല സമീപനം ഇടയന്മാരുടെ ഭാഗത്തു നിന്നും അജഗണങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതിന് മനഃപൂർവമായി നമ്മൾ പരിശ്രമിക്കുകയാണ് വേണ്ടത്. നമ്മളെല്ലാം മനുഷ്യരല്ലേ, ആർക്കാണ് കുറ്റവും കുറവുമില്ലാത്തത്? എല്ലാവരുടെയും ജീവിതത്തിൽ ചില പരാജയങ്ങൾ ഒക്കെ ഉണ്ട്. അതൊക്കെ പരസ്പരം സഹിക്കുകയും ക്ഷമിക്കുകയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുകയും ചെയ്യുമ്പോഴാണ് സഭകളിൽ യഥാർത്ഥമായൊരു ക്രിസ്തീയമായ അന്തരീക്ഷം നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ സ്ഥലമാറ്റക്കാലം അജപാലകൾക്കും അജഗണങ്ങൾക്കും ഒരുപോലെ ആശ്വാസത്തിൻ്റെ കാലമാകാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് വേണ്ടത്. ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ടെൻഷൻ ഉള്ള ഒരു ജോലിയാണിത്. ആദ്യമേ പറഞ്ഞതുപോലെ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ളവരെ ഒന്നിച്ചു കൊണ്ടുപോകുക എന്ന അതിസാഹസികമായ ദൗത്യം നിർവഹിക്കുന്ന ആളുകളാണവർ. പലപ്പോഴും അവരുടെ സ്വകാര്യതകൾ എല്ലാം നഷ്ടപ്പെടുകയാണ്. അവരുടെ കുടുംബം, കുട്ടികൾ, അവരുടെ സ്വകാര്യമായ ജീവിത സാഹചര്യങ്ങൾ ഒക്കെ എല്ലായിടത്തും ഒരുപോലെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചെന്ന് വരികയില്ല. ഈ സമ്മർദ്ദങ്ങളുടെയൊക്കെ നടുവിലാണ് അവർ ശുശ്രൂഷ ചെയ്യുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ചിലയിടങ്ങളിൽ സാമ്പത്തികമായി വലിയ പരാധീനതകളായിരിക്കാം. എന്നാൽ സാമ്പത്തികമായ പരാധീനതകൾ ഇല്ലാത്ത ഇടങ്ങളിൽ മറ്റ് അലോസരപ്പെടുത്തുന്ന പ്രശ്നങ്ങളായിരിക്കാം ഇവരെ വല്ലാതെ ബാധിക്കുന്നത്. അത് ശുശ്രൂഷകരെ മാത്രമല്ല, അവരെയും അവരുടെ കുടുംബങ്ങളെയും കുട്ടികളെയും ഒക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ ടെൻഷനുള്ള, സമ്മർദ്ദമുള്ള, മാനസികമായ പ്രയാസം അനുഭവിക്കുന്ന ഒരു ശുശ്രൂഷ ചെയ്യുന്നവരെ മനുഷ്യരെന്ന നിലയിൽ അവരോടൊക്കെ കരുണയോടും ദയയോടും കൂടെ ഇടപെടാനായിട്ട് വിശ്വാസികളും ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ചിലരെ പറയാതിരിക്കാൻ തരമില്ല. നമുക്ക് ഒട്ടും സഹിക്കാൻ വയ്യാത്തവരുമുണ്ട്. ചിലപ്പോൾ നമ്മൾ ആലോചിച്ചു പോയിട്ടുണ്ട്, ഇവർക്ക് ഇടയ പരിപാലന ശുശ്രൂഷയ്ക്കുള്ള വിളിയുണ്ടോ? ശുശ്രൂഷകളിൽ ഏറ്റവും സഹിഷ്ണുതയും ക്ഷമയും ഒക്കെ വേണ്ട ഒരു ശുശ്രൂഷയാണ് ഇടയ ശുശ്രൂഷ. അതിന് സാധിക്കാത്ത ആളുകൾ ചെയ്യേണ്ടത് മനഃപൂർവമായി ഈ ശുശ്രൂഷ ഏറ്റെടുക്കാതിരിക്കുക എന്നതാണ്. മറ്റൊന്ന്, ഇടയ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് അവർ നന്നായിട്ട് വചനം ശുശ്രൂഷിക്കാൻ കഴിവുള്ളവരായിരിക്കണം എന്നതാണ്. വചനം തന്നെ പറയുന്നത്, അധ്യക്ഷസ്ഥാനം കാംക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നുവെന്നാണ്. അധ്യക്ഷൻ ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം എന്നുകൂടെ പറയുന്നുണ്ട്. ഈ സ്ഥലം മാറ്റക്കാലത്ത് ചില ആളുകൾ സഭകൾ ഒഴിഞ്ഞുകൊടുക്കേണ്ടി വരുന്നത് വിശ്വാസികൾക്ക് ആവശ്യമുള്ള വചനത്തിൻ്റെ ആഹാരം നൽകാൻ അവർക്ക് കഴിയാതെ പോകുന്നു എന്നതാണ്. അങ്ങനെയുള്ള ഒരാളെ 3-4 വർഷം സഹിക്കുകയാണ്. അപ്പോൾ ശുശ്രൂഷയിൽ നിൽക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വചനം കൊണ്ട് ഈ ജനത്തെ പരിപോഷിപ്പിക്കാനുള്ള ഒരാത്മീകമായ കൃപാവരം
ദൈവത്തിൽ നിന്ന് ചോദിച്ച് വാങ്ങേണ്ടതായിട്ടുണ്ട്. ഒരു സെൻറ്ററോ ഒരു സ്റ്റേറ്റിൻ്റെയോ ഒക്കെ ചുമതല വഹിക്കുന്നത് പോലെ അല്ല പ്രാദേശിക സഭയുടെ ശുശ്രൂഷ. അത് കുറച്ചുകൂടെ വിശ്വാസികളുമായിട്ട് അടുത്ത് ഇടപഴകുന്ന ഒരു ശുശ്രൂഷയാണ്. അവിടെ നമ്മുടെ ധാർഷ്ട്യത്തിനോ നമ്മുടെ അഹങ്കാരത്തിനോ ഒന്നും സ്ഥാനമില്ല. വളരെ താഴ്മയോടും കണ്ണുനീരോടും കൂടെ എന്നാണ് പൗലോസ്ലീഹ ശുശ്രൂഷയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ വരും എന്നാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൗലോസ് എന്ന വലിയ മനുഷ്യൻ ആട്ടിൻകൂട്ടത്തെ ആദരിക്കുമായിരുന്നു. അജപാലകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആദരവ് മുഴുവൻ നമ്മൾ പിടിച്ചു വാങ്ങുക എന്നതല്ല, നമ്മൾ ആട്ടിൻകൂട്ടത്തെ ആദരിക്കുന്നവരായിരിക്കണം. വിജയകരമായ അജപാലനം നിർവഹിച്ച ആളുകളെ പരിശോധിച്ചാൽ, അവരുടെ ജീവിതം പഠിച്ചാൽ, ആദരവെല്ലാം അവർക്ക് വേണ്ടി പിടിച്ചു വാങ്ങിയവരല്ല അവരാരും. അവരെല്ലാം ആട്ടിൻകൂട്ടത്തെ ആദരിച്ചവരാണ്. അത്തരം ഒരു മനോഭാവം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ സാധന സാമഗ്രികളൊക്കെ കെട്ടിപ്പെറുക്കി ഒരു വാഹനത്തിൽ അടുത്ത ഇടത്തേക്ക് പോകാൻ പാഴ്സണേജിൻ്റെ പടിയിറങ്ങി നിൽക്കുന്ന ആ പാസ്റ്ററുടെയും കുടുംബത്തിൻ്റെയും കുട്ടികളുടെയും ഒക്കെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു അനാഥത്വം ചിലയിടത്തൊക്കെ കാണാറുണ്ട്. കാരണം സ്വന്തം നാടും വീടും മാതാപിതാക്കളെയും ഒക്കെ വിട്ട് വിശ്വാസികളെ സേവിക്കാൻ വന്നിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ അതീവ ദുഃഖത്തോടും കണ്ണുനീരോടും കൂടെ, വലിയ മാനസിക വിഷമത്തോടും കൂടെ പാഴ്സണേജിൻ്റെ പടിയിറങ്ങേണ്ട ഗതികേട് ചിലയിടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ വേളയിൽ നമ്മളെല്ലാം ആലോചിക്കേണ്ടത്, ഇത്തരം വിടപറയുന്ന വേളകളിൽ നമ്മുടെ വൈരാഗ്യങ്ങൾ തീർക്കുന്ന സമയമായി അത് മാറരുത്. ക്രൈസ്തവകമായ ഒരു മനോഭാവം, ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും വിട്ടുവീഴ്ചകളുടെയും ഒക്കെ ഒരു മനോഭാവം വച്ചു പുലർത്തേണ്ട സമയമാണിത്. വീഴ്ചകൾ ആർക്കും സംഭവിക്കാമല്ലോ. അതുകൊണ്ട് അജപാലകരെ മറ്റൊരു സ്ഥലത്തേക്ക് അയക്കുന്ന സഭകളെല്ലാം ശ്രദ്ധിക്കേണ്ടത്, അവരെ സമാധാനത്തോടെ അയക്കാനുള്ള ഒരു മാനസികാവസ്ഥ കൂടെ നമുക്കുണ്ടാകണം. അജപാലകരും ശ്രദ്ധിക്കേണ്ടത്, വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്ത് അവരെ അനുഗ്രഹിച്ച് അവിടുന്ന് മടങ്ങുന്നതാണ് നമ്മുടെ ശുശ്രൂഷയ്ക്ക് എപ്പോഴും മുതൽക്കൂട്ട് എന്നുകൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇനിയും പുതിയ ഇടങ്ങളിലേക്ക് എത്തുമ്പോൾ അപരിചിതത്വത്തിൻ്റെ ഒരു ആശങ്ക നമുക്കെല്ലാം ഉള്ളതാണ്. പരിചയമില്ലാത്ത സ്ഥലങ്ങൾ, അധികം പരിചയമില്ലാത്ത ആളുകൾ, പരിചയമില്ലാത്ത വിദ്യാലയങ്ങൾ, ഇതെല്ലാം ആ കുടുംബത്തെ കാത്തിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് വരുന്ന ശുശ്രൂഷകരെ ഇരുകൈകളും നീട്ടി സ്വീകരിക്കുകയും അവർക്ക് അവിടുത്തെ തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് ആരംഭം കുറിക്കുന്ന ആ വേളയിൽ എല്ലാവിധമായ ഒത്താശകളും ചെയ്തു കൊടുക്കാൻ അവരെ സ്വീകരിക്കുന്ന സഭകളും തയ്യാറാകണം. അങ്ങനെ തയ്യാറാകുമ്പോഴാണ് ഒന്നിച്ചുള്ള നല്ല കൂട്ടായ്മകളുടെ അവസരങ്ങൾ സംജാതമാകുന്നത്. മനുഷ്യജീവിതമാണ്. നമ്മുടെയൊക്കെ ജീവിതം എത്ര പെട്ടെന്ന് അവസാനിക്കുന്നതാണ്. നിമിഷങ്ങൾ കൊണ്ട് തീർന്നു പോകുന്ന ഒരു ജീവിതത്തിലാണ് നമ്മൾ ഇവിടെ ഉള്ളത്. അതുകൊണ്ട്
വിട്ടുവീഴ്ചയ്ക്കും ക്ഷമയ്ക്കും സഹനത്തിനും ഒക്കെ ഇരുകൂട്ടരും തയ്യാറാകുന്നുവെങ്കിൽ ശുശ്രൂഷയും അവരെ ശുശ്രൂഷിക്കുന്ന സഭയും അനുഗ്രഹിക്കപ്പെടും എന്നതിന് തർക്കമില്ല. ദുഃഖകരമെന്ന് പറയട്ടെ, ഇന്ന് ഒരുപാടിടങ്ങളിൽ യാത്രയയപ്പ് സമ്മേളനം മരണവീട് പോലെ അതീവ ദുഃഖത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ഇടമാണ്. അത് വിട്ടുപോകുന്നതിൻ്റെ സ്നേഹം കൊണ്ട് ഉള്ള ദുഃഖമല്ല, മറിച്ച് കലഹത്തിൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രോശങ്ങളുടെയും ഒക്കെ ഇടമായിട്ട് ഈ യാത്രയയപ്പ് യോഗങ്ങൾ മാറുന്നത് കണ്ടിട്ടുണ്ട്. ഇതൊന്നും നമ്മുടെ ഇടയിൽ സംഭവിക്കാതിരിക്കാൻ വിശ്വാസി സമൂഹം നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനുഷ്യരല്ലേ, കുറ്റങ്ങളും വീഴ്ചകളും ഒക്കെ ഇല്ലാത്തവരാരാണ്? ഇനിയും വീഴ്ചകൾ തന്നെയാണ് സംഭവിച്ചത് എങ്കിൽ പോലും അവരുടെ ശുശ്രൂഷ അവസാനിപ്പിച്ചു പോവുകയല്ലേ. അതുകൊണ്ട് ഒരു നല്ല വാക്ക് പറഞ്ഞ് ഒന്ന് കൈകൊടുത്ത് ഒരു ചുംബനം ചെയ്ത് അയക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥമായ ക്രിസ്തീയ അനുഭവം അവിടെ വെളിപ്പെടുന്നത്. അതുകൊണ്ട് ഈ സ്ഥലമാറ്റത്തിൻ്റെ കാലം അജപാലകർക്കും അജഗണങ്ങൾക്കും ഒരുപോലെ ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും ഒക്കെ സമയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പുതിയ ഇടങ്ങളിലേക്ക് എത്തുന്ന ശുശ്രൂഷകർ അറിയണം, നമുക്ക് ജീവസന്ധാരണത്തിന് വേണ്ടി മാത്രമുള്ള ഒരു മാർഗമായി സഭ ആയിത്തീരരുത്. നമ്മുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ കൊണ്ട് അവിടെ പുതിയ ആളുകൾ ക്രിസ്തുവിലേക്ക് നയിക്കുക എന്ന പ്രധാനപ്പെട്ട ഉദ്ദേശം മനസ്സിൽ പേറി വേണം ഓരോ ഇടത്തേക്കും നമ്മൾ എത്തേണ്ടത്. കഴിഞ്ഞ കാലത്ത് പ്രവർത്തിച്ച ഇടങ്ങളിൽ വിഭാഗീയതയും പ്രശ്നങ്ങൾ കൊണ്ട് സഭകൾ തകർന്നിട്ടുണ്ടെങ്കിൽ, വിശ്വാസികൾ അന്യപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നമുക്ക് അതെല്ലാം തിരുത്തുന്ന ഇടങ്ങളായിരിക്കണം പുതിയ സ്ഥലങ്ങൾ. പുതിയ സ്ഥലത്തെത്തുമ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി വന്നിട്ടുള്ള പരാജയങ്ങളെയൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോകാനുള്ള ഒരു പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. അതിന് ഈ സ്ഥലമാറ്റകാലം സഭയ്ക്കും ശുശ്രൂഷകർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.